അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീന വഹബീബിന മുഹമ്മദിൻ വആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹത്താൽ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്ന ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന ദിവസങ്ങളിൽ, രാത്രികളിൽ എല്ലാം തന്നെ പ്രധാനമായും നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യമെന്നത് സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള പ്രാർത്ഥന തന്നെയാണ് സഹോദരങ്ങളെ. കാരണം ഈ ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും എല്ലാ ഖൈറുകളും നമുക്ക് നൽകാൻ സാധിക്കുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അതേപോലെ തന്നെ ഈ ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാ ഷർറുകളെ തൊട്ടും എല്ലാ പരീക്ഷണങ്ങളെ തൊട്ടും നമ്മെ കാത്തുരക്ഷിക്കുവാൻ കഴിവുള്ളവനും അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അതുകൊണ്ട് അവനോട് മാത്രം ദുആ ചെയ്യുക, നമ്മുടെ ആവശ്യങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അതിനുവേണ്ടിയാണ് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചതുപോലും. അതുകൊണ്ട് പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കാം. നമുക്ക് ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിൽ നമുക്ക് അല്ലാഹുവിനോടുള്ള പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് സൂറത്തു ഇബ്രാഹിമിലെ 39-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ഇന്ന റബ്ബി, തീർച്ചയായും എൻ്റെ രക്ഷിതാവ്, ലസമീഉദ് ദുആ, പ്രാർത്ഥന കേൾക്കുന്നവനാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥന കേൾക്കുന്നവനാണ്. അവൻ പ്രാർത്ഥനക്കുത്തരം നൽകും. നമുക്കവനോടല്ലാതെ പ്രാർത്ഥിക്കാനില്ലല്ലോ. അതുകൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക, നമുക്ക് ഉത്തരം ലഭിക്കും. സൂറത്തു ആലു ഇമ്രാനിലെ 38-ാമത്തെ ആയത്തിൽ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹവും പറയുന്നത്, ഇന്നക സമീഉദ് ദുആ, അല്ലാഹുവേ, തീർച്ചയായും നീ പ്രാർത്ഥന കേൾക്കുന്നവനാകുന്നു. സ്വാലിഹ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതായി നമുക്ക് സൂറത്തു ഹൂദിലെ 61-ാമത്തെ ആയത്തിൽ കാണാൻ കഴിയും. ഇന്ന റബ്ബി, തീർച്ചയായും എൻ്റെ രക്ഷിതാവ്, ഖരീബുൻ, ഏറെ സമീപസ്ഥനാണ്, മുജീബുൻ, അവൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനുമാണ്. സൂറത്തുൽ ബഖറയിൽ 186-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വഇദാ സഅലക ഇബാദി അന്നി, എൻ്റെ അടിമകൾ എന്നെ സംബന്ധിച്ച് നിന്നോട് ചോദിച്ചാൽ നബിയെ പറയണം, ഫഇന്നി ഖരീബുൻ, ഞാൻ അടിമകളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവനാണ്. ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅൻ, പ്രാർത്ഥിക്കുന്നവർ എന്നോട് പ്രാർത്ഥിച്ചാൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം തരാം. സൂറത്തു ഗാഫിറിലെ 60-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഖാല റബ്ബുകും ഉദ്ഉനി അസ്തജിബു ലക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എനിക്ക് ഇബാദത്ത് ചെയ്യുന്നതിനോട് ആരെങ്കിലും അഹങ്കാരം കാണിച്ചാൽ സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, അവർ നിന്ദ്യരായ രൂപത്തിൽ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നതാണ്. അപ്പോൾ ഈ ആയത്തുകളിലൂടെ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ നമുക്ക് പരിചയപ്പെടുത്തുന്നത്, അല്ലാഹു ഖരീബാണ്, സൃഷ്ടികളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവനാണ്. അവരുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു അറിയുന്നവനാണ്. അല്ലാഹു ഹൃദയങ്ങളിലുള്ളത് അറിയുന്നവനാണ്. ഇന്നല്ലാഹ അലീമും ബിദാത്തി സുദൂർ, മനുഷ്യരുടെ മനസ്സുകളിൽ നെഞ്ചകത്തുള്ളത് അല്ലാഹു അറിയുന്നു. അവരുടെ എല്ലാ അവസ്ഥകളും അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹു അസ്-സമീ ആണ്, എല്ലാം കേൾക്കുന്നവനാണ്. അല്ലാഹു അൽ ബസീറാണ്, എല്ലാം കാണുന്നവനാണ്. അല്ലാഹു അൽ ഗഫൂറാണ്, പാപങ്ങൾ പൊറുക്കുന്നവനാണ്. അല്ലാഹു അർ റഹ്മാനാണ്, പരമമായി കരുണ കാണിക്കുന്നവനാണ്. അവൻ അർ റഹീമാണ്, കരുണാവാരിധിയാണ്. അവൻ റഊഫാണ്, അഥവാ ദയാപരനാണ്, ദയയുള്ളവനാണ്. ഖബീറാണ്, സൂക്ഷ്മമായി അറിയുന്നവനാണ്. മുജീബാണ്, പ്രാർത്ഥനക്കുത്തരം നൽകുന്നവനാണ്. ഇങ്ങനെയെല്ലാം ഉള്ളവനായ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അവൻ പ്രാർത്ഥന കേൾക്കുമെന്നും ആര് അവനോട് പ്രാർത്ഥിച്ചാലും, ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅൻ, പ്രാർത്ഥിക്കുന്നവർ എന്നോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം തരാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകുന്നവനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സഹോദരങ്ങളെ, വരൂ നമുക്ക് പ്രാർത്ഥിക്കാം. ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിലും
അതേപോലെ ഈ പുണ്യമാക്കപ്പെട്ട റമളാൻ മാസത്തിലും നോമ്പുകാരായിരിക്കെ നമുക്ക് നമ്മുടെ റബ്ബിനോട് പ്രാർത്ഥിക്കാം. അതേസമയത്ത് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാലോ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടുകയേ ഇല്ല. സൂറത്തുൽ അഹ്ഖാഫിലെ 5-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെക്കാൾ വഴിപിഴച്ചവർ വേറെ ആരാണുള്ളത്? ഖിയാമത്ത് നാൾ വരെ അവർ ഇവർക്ക് ഉത്തരം നൽകുകയില്ല എന്ന് മാത്രമല്ല, ഇവരുടെ പ്രാർത്ഥനയെ സംബന്ധിച്ച് അവർ അശ്രദ്ധരാണ്. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് നമുക്ക് ഉത്തരം നൽകാൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയല്ലാതെ വേറെ ആരുമില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. സൂറത്തുൽ ഫുർഖാനിലെ 77-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും. പറയുക, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് യാതൊരു പരിഗണനയും നൽകുമായിരുന്നില്ല. അപ്പോൾ അള്ളാഹു നമ്മെ പരിഗണിക്കുന്നത് നമ്മൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുമ്പോഴാണ്. നമ്മുടെ വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം അള്ളാഹുവിനോട് നമ്മൾ പറയണം. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അത് ഏറെ ഇഷ്ടമാണ്. എന്നാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ അള്ളാഹു അല്ലാതെ വേറെ ആരുമില്ലല്ലോ നമുക്ക്. അതുകൊണ്ട് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. സൂറത്തു ഫാത്തിറിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു 13-ാമത്തെ ആയത്തിൽ വല്ലദീന തദ്ഉന മിൻ ദൂനിഹി, അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരോട് ദുആ ചെയ്താലും മാ യംലികൂന മിൻ ഖിത്മീർ, ഒരു ഈത്തപ്പഴക്കുരുവിൻ്റെ പാട പോലും അവർ ഉടമപ്പെടുത്തുന്നില്ല, നിങ്ങൾക്കത് നൽകാൻ അവർക്ക് സാധ്യമല്ല. ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും, നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ നിങ്ങളുടെ ദുആ അവർ കേൾക്കുകയില്ല. വലൗ സമിഉ മസ്തജാബു ലക്കും, കേട്ടാൽ തന്നെ അവർ നിങ്ങൾക്ക് ഉത്തരം നൽകുകയുമില്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, ഖിയാമത്ത് നാളിൽ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക എന്ന ആ ഷിർക്കിനെ അവർ നിഷേധിക്കുകയും ചെയ്യുന്നതാകുന്നു. വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ, അള്ളാഹുവിനെ പോലെ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് വാർത്ത തരാൻ വേറെ ആരുമില്ല. അപ്പോൾ അള്ളാഹു അല്ലാത്ത ആളുകളുടെ കയ്യിൽ ഒരു ഈത്തപ്പഴക്കുരുവിൻ്റെ പാട പോലുമില്ല. അതുകൊണ്ട് പ്രാർത്ഥനക്കുത്തരം നൽകുന്നവനായ അല്ലാഹു സുബ്ഹാനഹു വ തആല, അവൻ മാത്രമേ നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയുള്ളൂ. അവന് മാത്രമേ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് അവനോട് മാത്രം സഹോദരങ്ങളെ കരയിലും കടലിലും എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക. സൂറത്തുൽ അൻആമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു ഖുൽ മൻ യുനജ്ജീകും മിൻ ളുലുമാതിൽ ബർരി വൽ ബഹരി തദ്ഉനഹു തദർറുഅൻ വ ഖുഫിയ ലഇൻ അൻജാനാ മിൻ ഹാദിഹി ലനകൂനന്ന മിനശ് ശാകിരീൻ. കരയിലെയും കടലിലെയും അന്ധകാരങ്ങളിൽ വെച്ച് വിനയത്തോടുകൂടി ഭയപ്പാടോടുകൂടി നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെ സംരക്ഷിക്കുന്നവൻ ആരാണ്? നിങ്ങളെ രക്ഷപ്പെടുത്തുന്നവൻ ആരാണ്? ഞങ്ങൾ നീ ഈ ഒരു പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കാം എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങളെ രക്ഷപ്പെടുത്തുന്നത് ആരാണ്? ഖുലില്ലാഹു യുനജ്ജീകും മിൻഹാ വമിൻ കുല്ലി കർബിൻ സുമ്മ അൻതും തുശ്രികൂൻ. പറയുക, നിങ്ങളെ എല്ലാ അന്ധകാരങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുന്നത് അള്ളാഹുവാണ്. വമിൻ കുല്ലി കർബിൻ, നിങ്ങൾക്ക് എന്ത് വിഷമങ്ങളുണ്ടോ, എന്ത് പ്രയാസമുണ്ടോ, ആ പ്രയാസങ്ങളൊക്കെ നീക്കി നിങ്ങളെ രക്ഷപ്പെടുത്തുന്നത് അള്ളാഹുവാണ്. എന്നിട്ടും നിങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്, അഥവാ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കരുത്. സൂറത്തുൻ നംലിലെ 62-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു അമ്മൻ യുജീബുൽ മുദ്തറ ഇദാ ദഅ വയക്ഷിഫുസ് സൂഅ വയജ്അലുകും ഖുലഫാഅൽ അർദ് അഇലാഹും മഅല്ലാഹ്. വിഷമസന്ധിയിൽ അകപ്പെടുമ്പോൾ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഘട്ടത്തിൽ ഇസ്തിഗാസ നടത്തുന്ന സന്ദർഭത്തിൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുവാൻ അള്ളാഹു അല്ലാതെ വേറെ ആരാണുള്ളത്? അള്ളാഹുവിൻ്റെ കൂടെ വേറെ ഇലാഹുകളുണ്ടോ? പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ കഴിവുള്ള വേറെ ആരെങ്കിലുമുണ്ടോ? ആരുമില്ല. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, അള്ളാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്നാണ്. അതുകൊണ്ട് ഈ ആയത്തുകളിലൂടെ എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്, സഹോദരങ്ങളെ, നാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. എല്ലാ വിഷമസന്ധികളിൽ നിന്നും അവൻ നമ്മെ സഹായിക്കും. അവനല്ലാതെ വേറെ ആർക്കും നമ്മളെ സഹായിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, ധാരാളമായി പ്രാർത്ഥിക്കുക. ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രികളിലും മറ്റു എല്ലാ സന്ദർഭങ്ങളിലും നമുക്ക് പ്രാർത്ഥിക്കാൻ അള്ളാഹു മാത്രമേ ഉള്ളൂ. നമ്മുടെ എല്ലാ വിഷമങ്ങളും, നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ ഉത്കണ്ഠകൾ, നമ്മുടെ ആവലാദികൾ, നമ്മുടെ വേവലാദികൾ, നമ്മുടെ ബേജാറുകൾ, നമ്മുടെ ഭയപ്പാടുകൾ എല്ലാം അള്ളാഹുവിനോട് തുറന്നു പറഞ്ഞ് അതിൽ നിന്നൊക്കെ ഒരു വിടുതി ലഭിക്കാൻ, ഒരാശ്വാസം ലഭിക്കാൻ നമ്മുടെ റബ്ബിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. എന്ന് മാത്രമല്ല, അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത് വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദുൻ, മനുഷ്യരെയും ജിന്നുകളെയും നാം സൃഷ്ടിച്ചത് എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യാനാണ് എന്നാണല്ലോ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. യഥാർത്ഥത്തിൽ ആ ഇബാദത്തിൻ്റെ കാതൽ എന്നത് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന തന്നെയാണ്. നേരത്തെ നാം ഉദ്ധരിച്ച സൂറത്തു ഗാഫിറിലെ ആയത്ത് വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറയുന്നു ഉദ്ഉനി, നിങ്ങൾ എന്നോട് ദുആ
ചെയ്യൂ, അസ്തജിബു ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി, എനിക്ക് ഇബാദത്ത് ചെയ്യുന്നതിനോട് അഹങ്കാരം കാണിക്കുന്നവർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടുള്ള ദുആ ആണ് അവനുള്ള ഇബാദത്ത്. അപ്പോൾ അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് ചെയ്യാനാണ്, അഥവാ അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യാനാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. നാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിലോ അത്ഭുതകരമാണ് കാര്യം. നിങ്ങൾ നോക്കൂ, ഇമാം തിർമിദി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നഹു മൻ ലം യസ്അലില്ലാഹ യഗ്ദബ അലൈഹി, ആരാണോ അള്ളാഹുവിനോട് ചോദിക്കാത്തത്, ആരാണോ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാത്തത്, അവരോട് അള്ളാഹു കോപിക്കുന്നതാണ് എന്നാണ്. നിങ്ങൾ നോക്കൂ, അള്ളാഹുവിന് ഇഷ്ടം നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതാണ്, നമ്മുടെ എല്ലാ വിഷമങ്ങളും അള്ളാഹുവിനോട് പറയുന്നതാണ്. പക്ഷേ പലപ്പോഴും ആളുകൾ പ്രാർത്ഥനയുടെ വിഷയത്തിൽ പിശുക്ക് കാണിക്കുന്നവരാണ്. അവർക്കൊരുപാട് സങ്കടങ്ങളുണ്ട്, ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങളുണ്ട്. ആ പരീക്ഷണ ഘട്ടത്തിൽ നമ്മളെ സഹായിക്കാൻ സാധിക്കുന്നവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് എന്നും എല്ലാവർക്കും അറിയാം. നമുക്ക് നമ്മുടെ വിഷമം നീങ്ങണമെന്ന് ആഗ്രഹവുമുണ്ട്. പക്ഷേ പലരും പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ അലസത കാണിക്കുന്നു, മടിയന്മാരാണ്. ആരും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നില്ല. അറിയുക, നമുക്കെല്ലാ വിഷമങ്ങളുമുണ്ട്, അത് നീക്കിത്തരാൻ കഴിവുള്ളവൻ അള്ളാഹുവാണ് എന്നും നമുക്കറിയാം. എന്നിട്ടും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ അള്ളാഹുവിന് നമ്മോട് ദേഷ്യം പിടിക്കും. അപ്പോൾ എത്രമാത്രം കാരുണ്യവാനാണ് അള്ളാഹു, നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ അള്ളാഹു എത്രമാത്രം സന്നദ്ധനാണ് എന്നാലോചിച്ചു നോക്കൂ. ഇന്നഹു മല്ലം യസ്അലില്ലാ യഗ്ദബ അലൈഹി, അള്ളാഹുവിനോട് ചോദിക്കാത്തവരോട് അള്ളാഹുവിന് ദേഷ്യമുണ്ടാകും എന്നാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അദബുൽ മുഫ്രദിൽ കൊണ്ടുവന്നിട്ടുള്ള സ്വഹീഹായ ഹദീസ് നമുക്ക് കാണാം. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുന്നു, മാ മിൻ മുസ്ലിമിൻ യദ്ഉ, ഏതൊരു മുസ്ലിമും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ, ലൈസ ബി ഇസ്മിൻ വലാ ബി ഖതിഅത്തി റഹ്മിൻ, ഒരു പാപം ചെയ്യാൻ വേണ്ടിയോ ഒരു പാപത്തിന് വേണ്ടിയോ അല്ല പ്രാർത്ഥിക്കുന്നതെങ്കിൽ, അതേപോലെ തന്നെ കുടുംബബന്ധം മുറിക്കുന്ന വിഷയത്തിലുമല്ലെങ്കിൽ, എന്ന് പറഞ്ഞാൽ ഹറാമായ വിഷയത്തിലല്ലാതെ ഒരു മുസ്ലിം പ്രാർത്ഥിച്ചാൽ ഇല്ല അഅതാഹു ഇഹ്ദാ സലാസിൻ, മൂന്നിലൊന്ന് അള്ളാഹു ഉറപ്പായിട്ടും നൽകുമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു പ്രാർത്ഥനയും വെറുതെയാവുന്നില്ല. എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ? ഒന്ന്, ഇമ്മ അൻ യുഅജ്ജില ലഹു ദഅവതഹു, നമ്മൾ ദുആ ചെയ്ത കാര്യം വളരെ പെട്ടെന്ന് അള്ളാഹു നമുക്ക് ഉത്തരം തരും. ശ്രദ്ധിക്കുക, നമ്മൾ എന്തൊരു വിഷയമാണോ റബ്ബിനോട് ദുആ ചെയ്തത് അത് വളരെ വേഗത്തിൽ തന്നെ അതിന് നമുക്ക് ഉത്തരം ലഭിക്കും, അൽഹംദുലില്ലാ. ഇല്ലെങ്കിലോ വ ഇമ്മ അൻ യദ്ഖിറഹാ ലഹു ഫിൽ ആഖിറ, നമുക്ക് ഇവിടെ ആവശ്യമില്ലാത്തൊരു കാര്യമാണെങ്കിൽ പരലോകത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ഉത്തരത്തെ മാറ്റിവെക്കും, അതിൻ്റെ ഖൈറിനെ അല്ലാഹു മാറ്റിവെക്കും. അല്ലെങ്കിലോ വ ഇമ്മ അൻ യദ്ഫഅ അൻഹു മിനസ്സൂഇ മിസ്ലഹ, തത്തുല്യമായ ഒരു ഷർറിൽ നിന്ന് അല്ലാഹു നമ്മളെ സംരക്ഷിക്കും. അപ്പോൾ ഒരു ഷർറ്, ഒരു അപകടം, ഒരു പരീക്ഷണത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ സംരക്ഷിച്ചിരിക്കും. അല്ലെങ്കിൽ പരലോകത്തേക്ക് അള്ളാഹു നമുക്കത് തയ്യാറാക്കി വെക്കും, അതിൻ്റെ ഹൈറുകൾ. അല്ലെങ്കിൽ ഉടനെ തന്നെ ചിലപ്പോൾ അള്ളാഹു നമുക്ക് ഉത്തരം നൽകുകയും ചെയ്യും. ഇത് കേട്ടപ്പോഴാണ് സഹാബികൾ പറഞ്ഞത്, ഇദൻ നുക്സിർ, എങ്കിൽ ഞങ്ങൾ ധാരാളമായി ദുആ ചെയ്യും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു അക്സർ, എങ്കിൽ അള്ളാഹു ധാരാളമായി ഉത്തരം നൽകും. നമ്മൾ എത്ര കണ്ട് ദുആ വർദ്ധിപ്പിക്കുന്നുവോ അത്ര കണ്ട് അള്ളാഹു കൂടുതൽ ഉത്തരം നൽകുകയാണ് ചെയ്യുക. അതല്ലാതെ അള്ളാഹുവിന് മടുപ്പ് തോന്നുകയോ സൃഷ്ടികളോട് പ്രയാസം തോന്നുകയോ ഇല്ല. അത് സൃഷ്ടികളുടെ സ്വഭാവമാണ്. ഒന്നിലധികം തവണ ചോദിച്ചാൽ ദേഷ്യം പിടിക്കുന്നത് സൃഷ്ടികൾക്കാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ കാര്യം നേരെ തിരിച്ചാണ്. എത്രയാണോ അള്ളാഹുവിനോട് ചോദിക്കുന്നത് അത്രയും അള്ളാഹുവിന് ഇഷ്ടമാണ്. അള്ളാഹുവിനോട് ചോദിക്കാതിരിക്കുമ്പോൾ, ദുആ ചെയ്യാതിരിക്കുമ്പോൾ അള്ളാഹുവിന് കോപമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നു. ഇമാം തബറാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അൽ മുഅ്ജമുൽ ഔസത്തിൽ രേഖപ്പെടുത്തുന്നു, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള സ്വഹീഹായ ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദാ തമന്ന അഹദുക്കും ഫൽയുക്സിർ, നിങ്ങളിൽ ഏതെങ്കിലും ഒരാൾക്ക് ഒരു ആഗ്രഹമുണ്ടായാൽ, ഏതെങ്കിലും ഒരു കാര്യത്തോട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, അത് ഹലാലായ ആഗ്രഹമാണെങ്കിൽ നിങ്ങൾ ധാരാളമായി അള്ളാഹുവിനോട് ചോദിക്കണം എന്നാണ്. ഫഇന്നമാ യസ്അലു റബ്ബഹു അസ്സ വജൽ, കാരണം നമ്മൾ ചോദിക്കുന്നത് അള്ളാഹുവിനോടാണ്, ആകാശഭൂമികളുടെ സൃഷ്ടാവായ അള്ളാഹുവിനോടാണ്. ലഹു മഖാലീദു സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ ഖസാനകൾ, ഖജനാവുകൾ, നന്മയുടെ ബറക്കത്തിൻ്റെ താക്കോലുകൾ അള്ളാഹുവിൻ്റെ കൈകളിലാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ആധിപത്യം അവൻ്റെ കൈകളിലാണ്. മാ ഇൻദക്കും യൻഫദു വമാ ഇൻദല്ലാഹി ബാഖ്, സൃഷ്ടികളുടെ കയ്യിലുള്ളത് തീർന്നു പോകും, അള്ളാഹുവിൻ്റെ കൈകളിലുള്ളത് ഒരിക്കലും തീർന്നു പോവുകയില്ല. അപ്പോൾ ഒരിക്കലും തീരാത്ത കാര്യങ്ങൾ, ഒരിക്കലും തീരാത്ത സമ്പത്ത്, ഒരിക്കലും തീരാത്ത ഖജാനകൾ അത് അള്ളാഹുവിനുള്ളതാണ്. അവനാകട്ടെ പരമമായ കാരുണ്യം കാണിക്കുന്നവൻ, കരുണാവാരിധി, അളവറ്റ ദയാപരൻ, പ്രാർത്ഥനക്കുത്തരം നൽകുന്നവൻ, ഇസ്സത്തുള്ളവൻ,
അങ്ങനെയുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയോടാണ് നമ്മൾ ചോദിക്കുന്നത്. അതുകൊണ്ട് എന്തിനു കുറവ് വരുത്തേണ്ടതില്ല, അലസതയും മടിയും കാണിക്കേണ്ടതില്ല. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ഇസ്ലാം അനുവദിച്ച കാര്യങ്ങളാണെങ്കിൽ നമ്മുടെ എല്ലാ പൂതികളും നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ധാരാളമായി ചോദിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇദാ തമന്ന അഹദുക്കും ഫൽയുക്സിർ, നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തോട് മോഹം വെക്കുകയാണെങ്കിൽ, ആഗ്രഹം വെക്കുകയാണെങ്കിൽ നിങ്ങൾ ധാരാളമായി റബ്ബിനോട് ചോദിച്ചോ. കാരണം അള്ളാഹുവിനോടാണ് ചോദിക്കുന്നത്. ഒരു മടിയും നിങ്ങൾ അതിൽ കാണിക്കേണ്ടതില്ല എന്നാണ് ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്, ലൈസ ഷൈഉൻ അക്രമ അലല്ലാഹി തആല മിനദ് ദുആ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനയേക്കാൾ മാന്യമായ ഒന്നും അള്ളാഹുവിൻ്റെ അടുക്കൽ ഇല്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു അടിമ ചെയ്യുന്ന കാര്യങ്ങളിൽ, ഒരടിമ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതും അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ആദരവോടുകൂടി അള്ളാഹു പരിഗണിക്കുന്നതും ദുആയാണ് എന്നാണ് ആ ഹദീസ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഇദാ ദഅ അഹദുക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഇദാ ദഅ അഹദുക്കും ഫലാ യഖുൽ അല്ലാഹുമ്മ ഗ്ഫിർലി ഇൻ ശിഅത. നിങ്ങളിൽ ഒരാൾ ദുആ ചെയ്യുമ്പോൾ ഇങ്ങനെ പറയരുത്, അള്ളാഹുവേ നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നീ എനിക്ക് പുറത്തു തരണമേ, അല്ലെങ്കിൽ എനിക്ക് ഇന്നെന്ന കാര്യങ്ങൾ നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നൽകണമേ എന്ന് പറഞ്ഞാൽ, പടച്ച റബ്ബേ നീ ഉദ്ദേശിക്കുന്നെങ്കിൽ എനിക്ക് നൽകിയാൽ മതി, ആ ഒരർത്ഥത്തിൽ നിങ്ങൾ പറയരുത്. പിന്നെയോ വലാകിൻ ലിയഅസിമിൽ മസ്അല, ഉറപ്പായിട്ടും കിട്ടണം എന്നുള്ള രൂപത്തിൽ തന്നെ ചോദിക്കണം. റബ്ബേ നീ തന്നേ മതിയാകൂ എന്ന അർത്ഥത്തിൽ തന്നെ ചോദിക്കണം. കാരണം വലിയുഅദ്ദിമു റഗ്ബ, വീണ്ടും പ്രവാചകൻ പറഞ്ഞു, വലിയുഅദ്ദിം അർറഗ്ബ, തൻ്റെ ആഗ്രഹത്തെ അള്ളാഹുവിൻ്റെ മുന്നിൽ സമർപ്പിക്കട്ടെ. അതെത്ര വലിയ ആഗ്രഹമാണെങ്കിലും നമ്മുടെ മനസ്സിൽ അതല്ലെങ്കിൽ നമ്മുടെ കണക്ക് കൂട്ടലുകൾക്കനുസരിച്ച് അസാധ്യമെന്ന് നമുക്ക് തോന്നിയാലും നമ്മൾ റഹ്മാനായ റബ്ബിനോടത് പറയണം. കാരണം ഫഇന്നല്ലാഹ ലാ യതആലമുഹു ഷൈഉൻ അഅതാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യവും വലിയ കാര്യമല്ല. മനുഷ്യർക്കത് വലുതായി തോന്നിയേക്കാം, പക്ഷേ അള്ളാഹുവിനത് നിസ്സാരമാണ്. അതുകൊണ്ടാണ് യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം സമുദ്രത്തിൻ്റെ മധ്യത്തിൽ മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെട്ടു. രക്ഷപ്പെടുക അസാധ്യമാണ്, പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയില്ലേ? അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമെ അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയില്ലേ? ബദറിൽ വളരെ ചുരുങ്ങിയ സംഘത്തെ, എണ്ണത്തിൽ വളരെ കുറവായിട്ടുള്ള സംഘത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയില്ലേ? ഏതെല്ലാം ഘട്ടങ്ങളിൽ അസാധ്യമെന്ന് തോന്നുന്ന, അത് സൃഷ്ടികൾക്ക് തോന്നുന്നതാണ്. അള്ളാഹുവിന് അങ്ങനെയൊന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹുവിനോട് പറയുക. അല്ലാതെ അള്ളാഹുവേ നീ ഉദ്ദേശിച്ചാൽ തന്നാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട എന്ന രൂപത്തിലുള്ള പ്രാർത്ഥനയല്ല വേണ്ടത്. മറിച്ച് എനിക്ക് ലഭിക്കണം, റബ്ബേ നീ നൽകണമേ എന്ന് റബ്ബിനോട് പറയലാണ്. അതുകൊണ്ടാണ് ഇബ്നു ഹജറുൽ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഫത്ഹുൽ ബാരിയിൽ ലിയുഅദ്ദിമു റഗ്ബ, തൻ്റെ ആഗ്രഹത്തെ അയാൾ നന്നായി പറയട്ടെ എന്ന് പറഞ്ഞതിൻ്റെ വ്യാഖ്യാനത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഐ യുബാലിഗു ഫീ ദാലിക ബിതക്റാരി ദുആഇ വൽ ഇൽഹാഇ ഫീഹി, ആവർത്തിക്കുക എന്നുള്ളതാണ്. ഒന്നോ രണ്ടോ തവണ ദുആ ചെയ്ത് നിർത്തലല്ല, എനിക്ക് ഉത്തരം കിട്ടിയില്ല മതി എന്ന് പറഞ്ഞ് നിർത്തലല്ല, റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. രാവ് പകൽ ഒരുപോലെ റബ്ബിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക. ഇൽഹാ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി തൻ്റെ മാതാപിതാക്കളോട് തൻ്റെ ഒരു ആഗ്രഹം അവരുടെ പിന്നാലെ കൂടി പറയുന്ന, ആ പിന്നാലെ കൂടുന്നതിനാണ് ഇൽഹാഹ് എന്ന് പറയുന്നത്. അള്ളാഹുവിനോടാണ് ആ ഒരു ഇൽഹാഹ് നമ്മൾ കാണിക്കേണ്ടതെന്നാണ്. എന്ന് പറഞ്ഞാൽ നിരന്തരം പടച്ച റബ്ബിനോട് ചോദിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുണ്യമാക്കപ്പെട്ട ദിനരാത്രങ്ങളാണ്, റമളാനിൻ്റെ ദിനരാത്രങ്ങളാണ്, ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കാവുന്ന രാത്രികളാണ്. റബ്ബിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക. ഉറക്കവും അലസതയും മടിയും എല്ലാം ഒഴിവാക്കി ധാരാളമായി പ്രാർത്ഥിച്ചാൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതാണ്. അതുകൊണ്ടാണ് അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുള്ളത്, ഇദാ ദഅൗതുമുല്ലാഹ ഫർഫഉ ഫിൽ മസ്അല ഫഇന്നമാ ഇൻദഹു ലാ യൻഫുദുഹു ഷൈഉൻ. നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ധാരാളമായി ചോദിക്കൂ, ആവർത്തിച്ചാവർത്തിച്ച് ചോദിക്കൂ, ഏത് വലിയ കാര്യങ്ങളും ചോദിക്കൂ. കാരണം അള്ളാഹുവിൻ്റെ കൈകളിലുള്ളത് ഒരിക്കലും തീർന്നു പോവുകയില്ല. അതുകൊണ്ട് ധാരാളമായി അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ചു കൊണ്ടിരിക്കുക. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, സലുല്ലാഹ കുല്ല ഷൈഇൻ ഹത്ത അശ്ശിസ്അ ഫഇന്നല്ലാഹ അസ്സ വജല്ല ഇല്ലം യുയസ്സിറുഹു ലം യതയസ്സർ. നിങ്ങളുടെ ചെരുപ്പിൻ്റെ വാറു പൊട്ടിയാൽ വരെ നിങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചോളൂ എന്നാണ്, റബ്ബിനോട് പ്രാർത്ഥിച്ചോളൂ. കാരണം അള്ളാഹു എളുപ്പമാക്കി തന്നിട്ടില്ലെങ്കിൽ ഒരു കാര്യവും എളുപ്പമല്ല. അതെത്ര നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്ന കാര്യമാണെങ്കിലും അള്ളാഹുവിൻ്റെ തൗഫീഖ് ഇല്ലെങ്കിൽ അത് നടന്നു കിട്ടുകയില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിലോ
പർവ്വതം പോലത്തെ പ്രശ്നങ്ങളും വളരെ എളുപ്പത്തിൽ പരിഹരിക്കപ്പെടും. അതുകൊണ്ട് എത്ര ചെറിയ കാര്യമാകട്ടെ റബ്ബിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അതുകൊണ്ട് ധാരാളമായി ചോദിക്കുക, ഏത് ചെറിയ കാര്യവും ചോദിക്കുക, ആവർത്തിച്ച് ചോദിക്കുക, ഒരു അലസതയും മടിയുമില്ലാതിരിക്കുക. പ്രാർത്ഥനക്കുത്തരം നൽകുന്നവൻ അല്ലാഹു മാത്രമാണ്, വേറെ ആർക്കും അതിന് സാധ്യമല്ല. ചില ഹദീസുകൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ആ ഹദീസുകളിലൂടെ പോയാൽ നമുക്ക് അള്ളാഹു നമ്മളോട് എത്രമാത്രം കാരുണ്യമുള്ളവനാണ് എന്നും നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി അള്ളാഹു ആവശ്യപ്പെടുന്നത് അത് കാണുമ്പോൾ ശരിക്കും ഒരടിമ, തീർച്ചയായും നന്ദിയുള്ള ഒരു അടിമ, അതല്ലെങ്കിൽ കാര്യങ്ങളെ മനസ്സിലാക്കുന്ന ഒരു അടിമക്ക് പിന്നെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാതിരിക്കാൻ കഴിയില്ല. നിങ്ങൾ നോക്കൂ, അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്നു, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇത് ഖുദ്സിയായ ഹദീസാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, യാ ഇബാദി, എൻ്റെ അടിമകളെ, കുല്ലുക്കും ദ്വാലുൻ ഇല്ലാ മൻ ഹദൈതുഹു, ഞാൻ സന്മാർഗം നൽകാത്തവരൊക്കെ വഴിതെറ്റിപ്പോകും. അതുകൊണ്ട് ഫസ്തഹ്ദൂനി അഹ്ദിക്കും, നിങ്ങൾ എന്നോട് ഹിദായത്തിനെ ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് നേരായ മാർഗം കാണിച്ചു തരാം. നിങ്ങൾ നോക്കൂ, അള്ളാഹു നമ്മളോട് പറയുകയാണ്, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, അള്ളാഹുവേ ഞങ്ങളെ സിറാത്തുൽ മുസ്തഖീമിലേക്ക് നയിക്കണമേ. അങ്ങനെ ശരിയായ വഴിയിലേക്ക് നയിക്കാൻ വേണ്ടി നിങ്ങൾ എന്നോട് ദുആ ചെയ്യുമെന്നാണ്. സഹോദരങ്ങളെ, നമുക്കറിയാം ലോകത്ത് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, ഒരുപാട് മതങ്ങളുണ്ട്, ഒരുപാട് ദർശനങ്ങളുണ്ട്. മുസ്ലിമീങ്ങളിൽ തന്നെ ഒരുപാട് വിഭാഗങ്ങളുണ്ട്. എല്ലാവരും ശരിയായത് പറയുന്നവരല്ല, പലരും വളരെ വലിയ വഴിപിഴവിലാണ്. നമുക്ക് ശരിയായ ഹിദായത്ത് കിട്ടണ്ടേ? വഹ്ദുനി ലിമഖ്തുലിഫ ഫീഹി മിനൽ ഹഖ് ബിഇദ്നിക്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദുആകളിൽപ്പെട്ടൊരു ദുആണ്. അള്ളാഹുവെ, എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്നും ശരിയായ വഴി കാണിച്ചു തരണമേ. ഇല്ല എങ്കിൽ നമ്മൾ നരകത്തിലകപ്പെട്ടു പോകും. നരകത്തിൽ പോകുന്ന 72 വിഭാഗത്തിൽ നമ്മൾ പെട്ടുപോകും. സിറാത്തുൽ മുസ്തഖീമിൽ നമ്മൾ എത്തിപ്പെട്ടിട്ടില്ലെങ്കിൽ, ശരിയായ ഇസ്ലാമിനെ മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ. അതുകൊണ്ട് നമ്മുടെ ദുആകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദുആ, ലൈലത്തുൽ ഖദറിൻ്റെ രാത്രികളിൽ നമ്മൾ തേടേണ്ടുന്ന ദുആകളിൽ ഒന്ന് ഹിദായത്തിനെ ചോദിക്കൂ. ഏറ്റവും ശരിയായ വഴി കാണിച്ചു തരാൻ റബ്ബിനോട് പറയണം. കാരണം അള്ളാഹു പറയുന്നത്, കുല്ലുക്കും ദ്വാലുൻ ഇല്ലാ മൻ ഹദൈതുഹു, ഞാൻ നിങ്ങൾക്ക് വഴി കാണിച്ച് തന്നിട്ടില്ലെങ്കിൽ നിങ്ങളൊക്കെ വഴി തെറ്റിപ്പോകുന്നതാണ്. അതുകൊണ്ട് ഫസ്തഹ്ദൂനി അഹ്ദിക്കും, നിങ്ങൾ എന്നോട് ഹിദായത്തിനെ ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഹിദായത്ത് തരാം. വേറെ ആരോടും ചോദിച്ചിട്ട് കാര്യമില്ല, നമ്മുടെ സങ്കടം വേറെ ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ ഹിദായത്തിനെ തേടുന്നതിൻ്റെ ഗൗരവം ഈ ഹദീസിലുണ്ട്. അതോടൊപ്പം അത് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്നതിൻ്റെ ഗൗരവവും നമുക്ക് ഈ ഹദീസിൽ നിന്ന് കാണാം. വീണ്ടും അള്ളാഹു പറയുന്നു, യാ ഇബാദി കുല്ലുക്കും ജാഇഉൻ ഇല്ലാ മൻ അത്അംതുഹു ഫസ്തത്ഇമൂനി ഉത്ഇമുക്കും, എൻ്റെ അടിമകളെ, ഞാൻ ഭക്ഷണം നൽകിയിട്ടില്ലെങ്കിൽ നിങ്ങളെല്ലാവരും വിശന്ന് കഴിയേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഭക്ഷണം ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം തരാമെന്നാണ്. ഭക്ഷണം തരുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹു ഭക്ഷണം തന്നിട്ടില്ലെങ്കിൽ ആരുടെയും വിശപ്പ് മാറൂല. അതിവിടെയുള്ള ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി നൽകുന്നതല്ല ഭക്ഷണം, ഏതെങ്കിലും നേതാവ് നൽകുന്നതല്ല, ഏതെങ്കിലും ഗവൺമെൻറ് നൽകുന്നതല്ല, ഏതെങ്കിലും വ്യക്തികളോ സംഘടനകളോ ഗ്രൂപ്പുകളോ നൽകുന്നതല്ല. ഭക്ഷണം നൽകുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹു നൽകിയിട്ടില്ലെങ്കിൽ എല്ലാവരും പട്ടിണി കിടക്കേണ്ടി വരും. അതുകൊണ്ട് ഭക്ഷണം ചോദിക്കേണ്ടത് അള്ളാഹുവിനോടാണ്. ഫസ്തത്ഇമൂനി ഉത്ഇമുക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം തരാം. വീണ്ടും പറയുന്നു, യാ ഇബാദി കുല്ലുക്കും ആരിൻ ഇല്ലാ മൻ കസൗതു ഫസ്തഖ്സൂനി അക്സുക്കും, ഞാൻ വസ്ത്രം നൽകാത്തവരൊക്കെ നഗ്നരായിത്തീരും. അതുകൊണ്ട് നിങ്ങൾ എന്നോട് വസ്ത്രം ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് വസ്ത്രം തരാം. നോക്ക്, എന്തൊക്കെ ചോദിക്കാനാണ് അള്ളാഹു പറയുന്നത്? വസ്ത്രം ചോദിക്കണം. നമ്മൾ ആരെങ്കിലും അള്ളാഹുവിനോട് വസ്ത്രം ചോദിക്കാറുണ്ടോ? ആളുകൾ അവഗണിച്ചിട്ടുള്ളൊരു വിഷയമാണത്. ഭക്ഷണം ചോദിക്കും, ഉപജീവനം ചോദിക്കും, പലതും ചോദിക്കും, വസ്ത്രം ചോദിക്കാറില്ല. വസ്ത്രം ചോദിക്കണം അള്ളാഹുവിനോട്. വസ്ത്രം നൽകുന്നവൻ അള്ളാഹു മാത്രമാണ്. ഭക്ഷണം ചോദിക്കണം അള്ളാഹുവിനോട്, വെള്ളം ചോദിക്കണം അള്ളാഹുവിനോട്, ഹിദായത്തിനെ ചോദിക്കണം അള്ളാഹുവിനോട്. കാരണം വസ്ത്രവും അതേപോലെ തന്നെ ഭക്ഷണവുമൊക്കെ ഈ ദുനിയാവിൻ്റെ ആവശ്യമാണെങ്കിൽ ഹിദായത്ത് പരലോകത്തിൻ്റെയും ആവശ്യമാണ്. അതേപോലെ തന്നെ പാപങ്ങൾ പുറത്തു കിട്ടണ്ടേ? അള്ളാഹു പറയുന്നു, യാ ഇബാദി ഇന്നക്കും തുഖ്തിഊന ബില്ലൈലി വന്നഹാർ, നിങ്ങൾ രാവു പകൽ ഒരുപോലെ തെറ്റ് ചെയ്യുന്നു, അബദ്ധങ്ങൾ ചെയ്യുന്നു, വീഴ്ചകൾ നിങ്ങളിൽ നിന്നുണ്ടാകുന്നു. വ അന അഗ്ഫിറു ദുനൂബ ജമീഅ, ഞാൻ എല്ലാ പാപങ്ങളും പുറത്തു തരാം. അതുകൊണ്ട് ഫസ്തഗ്ഫിറൂനി അഗ്ഫിർ ലക്കും, നിങ്ങൾ എന്നോട് ഇസ്തിഗ്ഫാർ നടത്തൂ, ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ റബ്ബ് നമ്മളോട് പറയുന്നത്? ആലോചിച്ച് നോക്കൂ. എൻ്റെ അടിമകളെ, എൻ്റെ അടിമകളെ എന്ന് വിളിച്ചുള്ള ആ വിളിയിൽ എന്തുമാത്രം വലിയ കാരുണ്യമുണ്ട്, എന്തുമാത്രം വലിയ വാത്സല്യമുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഞാൻ മാത്രമേ നിങ്ങൾക്ക് ഹിദായത്ത് നൽകാനുള്ളൂ, നിങ്ങൾ എന്നോട് ഹിദായത്തിനെ ചോദിക്കൂ. ഞാൻ മാത്രമേ നിങ്ങൾക്ക് ഭക്ഷണം തരാനുള്ളൂ, നിങ്ങൾ എന്നോട് ഭക്ഷണത്തിന് ചോദിക്കൂ. ഞാൻ മാത്രമേ നിങ്ങൾക്ക് വസ്ത്രം തരാനുള്ളൂ, നിങ്ങൾ എന്നോട് വസ്ത്രത്തിന് വേണ്ടി ചോദിക്കൂ. റബ്ബിനോട് പറയുക, സൃഷ്ടികളോടല്ല, അള്ളാഹുവിനോട് പറയുക. എങ്കിൽ അള്ളാഹു അതിനൊക്കെ ഉത്തരം തരും. അള്ളാഹു ഈ പ്രാർത്ഥനകൾക്കൊക്കെ നമുക്ക് ഉത്തരം തരും. അതുകൊണ്ട് ലൈലത്തുൽ ഖദറിൻ്റെ രാത്രികളെ പാഴാക്കരുത്. റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം.
വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യാ ഇബാദി ലൗ അന്ന അവ്വലക്കും വ ആഖിറക്കും വ ഇൻസക്കും വ ജിന്നക്കും ഖാമു ഫീ സഈദിൻ വാഹിദിൻ ഫസഅലൂനി ഫഅഅതൈതു കുല്ല ഇൻസാനിൻ മസ്അലതഹു മാ നഖസ ദാലിക മിമ്മാ ഇൻദി ഇല്ലാ കമാ യൻഖുസുൽ മിഖ്യതു ഇദാ ഉദ്ഖിലൽ ബഹർ. നിങ്ങളിൽ എല്ലാ ജിന്നുകളും എല്ലാ മനുഷ്യരും, തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള മുഴുവൻ ജിന്നുകളും മനുഷ്യരും ഒരൊറ്റ സ്ഥലത്ത് നിന്ന് ഒരേ സമയത്ത് എല്ലാവരും അവരുടെ ആയിരം ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ഒരേ സമയത്ത് ചോദിക്കുകയും അവർക്കൊക്കെ അള്ളാഹു ഉത്തരം നൽകുകയും ചെയ്താലും സമുദ്രത്തിൽ ഒരു സൂചി മുക്കിയെടുത്താൽ സമുദ്രത്തിൽ നിന്ന് കുറവ് വരാത്തതുപോലെ മാത്രമേ എൻ്റെ ഖജനാവുകളിൽ നിന്ന് കുറവ് വരികയുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒന്നും കുറവ് വരികയില്ല. മുഴുവൻ സൃഷ്ടികൾക്കും മനുഷ്യർക്കും ജിന്നുകൾക്കും അവർ ചോദിച്ചത് മുഴുവൻ അള്ളാഹു നൽകിയാലും ഒരു കുറവും വരികയില്ല. അതുകൊണ്ട് എന്നോട് ചോദിക്കൂ എന്നാണ്. ഇങ്ങനെ ഒരു ഗ്യാരണ്ടി ഏതെങ്കിലും സൃഷ്ടികളിൽ നിന്ന് നമുക്ക് ലഭിക്കുമോ പ്രിയപ്പെട്ടവരെ? ഏതെങ്കിലും വലിയിൽ നിന്ന് ലഭിക്കുമോ? ഏതെങ്കിലും നബിയിൽ നിന്ന് ലഭിക്കുമോ? ഏതെങ്കിലും രാജാവിൽ നിന്ന് ലഭിക്കുമോ? ഏതെങ്കിലും നേതാവിൽ നിന്ന് ലഭിക്കുമോ? ഇല്ല. ഇങ്ങനെ ഒരു ഗ്യാരണ്ടി അള്ളാഹുവിന് മാത്രമേ നൽകാൻ കഴിയൂ. എന്നിട്ടും എന്താണ് നാം പ്രാർത്ഥിക്കാത്തത് അള്ളാഹുവിനോട്? എന്തിനാണ് ഈ അലസത? എന്തിനാണ് ഈ മടി? അതുകൊണ്ട് അലസതയും മടിയും ഒഴിവാക്കി പ്രാർത്ഥിക്കൂ, അള്ളാഹുവിനോട് തേടൂ, നല്ല നല്ല അവസരങ്ങൾ ഉപയോഗപ്പെടുത്തൂ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് വരൂ, ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിൽ നമുക്ക് നമ്മുടെ റബ്ബിനോട് പ്രാർത്ഥിക്കാം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അല്ലാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, യൻസിലു റബ്ബുനാ തബാറക വ തആല കുല്ല ലൈലത്തിൻ ഇല സമാഇ ദുനിയ ഹീന യബ്ഖാ സുലുസുൽ ലൈലിൽ ആഖിറു. എല്ലാ രാത്രിയിലും മൂന്നാമത്തെ യാമത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രിയുടെ മൂന്നാമത്തെ യാമത്തിൽ ഒന്നാമത്തെ ആകാശത്തേക്ക് ഇറങ്ങി വരുന്നു. എന്നിട്ട് എന്താണ് പറയുന്നത്? മൻ യദ്ഉനി, ആരുണ്ട് എന്നോട് ദുആ ചെയ്യാൻ? അള്ളാഹു ചോദിക്കുകയാണ്, സഹോദരങ്ങൾ, ഇത് എന്നോടും നിങ്ങളോടുമുള്ള ചോദ്യമാണ്. ഫഅസ്തജീബ ലഹു, ഞാൻ അവർക്ക് ഉത്തരം നൽകാം. എന്നിട്ടും എന്താണ് നാം ദുആ ചെയ്യാത്തത്? വീണ്ടും അള്ളാഹു പറയുന്നത്, മൻ യസ്അലുനി ഫഉഅതിയഹു, ആരുണ്ട് എന്നോട് ചോദിക്കാൻ, ഞാൻ അവർക്ക് നൽകാമെന്നാണ്. അള്ളാഹു നമുക്ക് നൽകാൻ തയ്യാറായി ഒന്നാമത്തെ ആകാശത്തേക്ക് വന്നിരിക്കുന്നു. എന്നിട്ട് അള്ളാഹു ചോദിക്കാൻ, ആരുണ്ട് ചോദിക്കാൻ? എന്നിട്ടും എന്തേ ഞാനും നിങ്ങളും ചോദിക്കാത്തത്? മൻ യസ്തഗ്ഫിറുനി ഫഅഗ്ഫിറ ലഹു, എന്നോട് ഇസ്തിഗ്ഫാർ നടത്താൻ ആരുണ്ട്, ഞാൻ അവർക്ക് പുറത്തു കൊടുക്കാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. എന്നിട്ടും എന്താണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം നമ്മുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്താത്തത്? എന്താണ് നമ്മൾ റബ്ബിനോട് ദുആ ചെയ്യാത്തത്? എന്താണ് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കാത്തത്? കാരുണ്യവാനായ അള്ളാഹു ഇങ്ങനെ വന്നുകൊണ്ട് നമ്മെ വിളിക്കുമ്പോൾ, കാരുണ്യവാനായ റബ്ബ് അടിമകളെ എന്നോട് ചോദിക്കൂ ഞാൻ തരാമെന്ന് പറയുമ്പോൾ, അങ്ങനെ റബ്ബിനോട് ചോദിക്കാതിരിക്കാൻ എന്ത് തടസ്സമാണ് നമുക്കുള്ളത് എന്നാലോചിച്ചു നോക്കൂ. വേറെ എന്തെല്ലാം കാര്യങ്ങൾക്ക് നമ്മൾ ഉറക്കമൊഴിയുന്നു, വേറെ എന്തെല്ലാം കാര്യങ്ങൾക്ക് നമ്മൾ നമ്മളുടെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ മാറ്റിവെക്കുന്നു. കാരുണ്യവാനായ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ റബ്ബ് നമുക്കെല്ലാം തയ്യാറായി വന്ന് നിൽക്കുമ്പോൾ അത് റബ്ബിനോട് ചോദിക്കാതെ പിന്നീട് ജീവിതത്തിലെ ഒരുപാട് പ്രശ്നങ്ങളും പരാതികളും ഇങ്ങനെ നാട്ടുകാരോട് പറഞ്ഞ് നടക്കുന്ന ആ ഒരു വല്ലാത്ത ദുരവസ്ഥയിലല്ലേ നമ്മളുള്ളത്? നമ്മുടെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ മുഴുവൻ ആളുകളോടും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ എല്ലാം പരിഹരിക്കാൻ തയ്യാറുള്ള, അതിന് കഴിവുള്ള സൃഷ്ടാവ് നമ്മളോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നുമില്ല. എന്തൊരു വിരോധാഭാസമാണിത്! ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നു, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഖാല അല്ലാഹു തബാറക വ തആല, അല്ലാഹു പറയുകയാണ്, യാ ഇബ്ന ആദം, ഓ ആദമിൻ്റെ മക്കളെ, ഇന്നകമാ ദഅൗതനി വ റജൗതനി ഗഫർതു ലക അലാ മാ കാന ഫീക വലാ ഉബാലി, നിങ്ങൾ എന്നിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് എന്നോട് ദുആ ചെയ്താൽ നിങ്ങൾ എന്ത് തെറ്റ് ചെയ്തവരായിക്കൊള്ളട്ടെ ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം, ഞാനതൊരു പ്രശ്നമാക്കൂല എന്നാണ്. സുബ്ഹാനല്ലാഹ്. എൻ്റെ അടിമകളെ, ആദമിൻ്റെ മക്കളെ, നിങ്ങൾ എന്നിൽ പ്രതീക്ഷ അർപ്പിച്ച് എന്നോട് ദുആ ചെയ്താൽ നിങ്ങൾ എന്ത് തെറ്റുകൾ ചെയ്യുന്നവരാണെങ്കിലും ഞാനത് പ്രശ്നമാക്കുകയില്ല, ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം. അൽഹംദുലില്ലാഹ്. വീണ്ടും പറയുകയാണ്, യബ്ന ആദം ലൗ ബലഗത് ദുനൂബുക അനാന സമാഇ സുമ്മ ഇസ്തഗ്ഫർതനി ഗഫർതു ലക്, നിങ്ങളുടെ പാപങ്ങൾ ആകാശം മുട്ടുവോളം ധാരാളമായിട്ടുണ്ടെങ്കിലും ഞാനതൊരു പ്രശ്നമാക്കുകയില്ല, ഞാൻ നിങ്ങൾക്കത് പുറത്തു തരാമെന്നാണ്. വീണ്ടും പറയുന്നു, യാ ഇബ്ന ആദം ഇന്നക ലൗ അതൈതനി ബിഖുറാബിൽ അർളി ഖതായ സുമ്മ ലഖീതനി ലാ തുശ്രികു ബി ഷൈഅ ലഅതൈതുക ബിഖുറാബിഹാ മഗ്ഫിറ, ഭൂമി നിറച്ചും നിങ്ങൾ തെറ്റ് ചെയ്താലും നിങ്ങൾ എന്നിൽ പങ്കു ചേർക്കാത്തവരായിക്കൊണ്ട് എന്നോട് ഇസ്തിഗ്ഫാർ നടത്തുന്നൊരവസ്ഥയുണ്ടെങ്കിൽ ഭൂമി നിറയെ ഞാൻ നിങ്ങൾക്ക് മഗ്ഫിറത്തും തരും. അപ്പോൾ ശിർക്കുള്ള ആളുകൾക്ക് ഒരിക്കലും പുറത്തു കൊടുക്കില്ല. അതുകൊണ്ട് ശിർക്കിൽ നിന്ന് രക്ഷപ്പെടുക. എന്നാൽ ശിർക്കില്ലാത്ത ആളുകൾ ഭൂമി നിറച്ചും തെറ്റുകൾ ചെയ്താലും ആകാശം മുട്ട തെറ്റുകൾ ചെയ്താലും നമ്മൾ അള്ളാഹുവിനോട് പാപമോചനം തേടിയാൽ, ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചാൽ ആ പാപങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരുന്നതാണ്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നല്ലാഹ അസ്സ വജല്ല യബ്സുതു യദഹു ബില്ലൈലി ലിയതൂബ മുസീഉൻ നഹാർ. പകലിൽ തെറ്റ് ചെയ്ത ആളുകളുടെ തൗബ സ്വീകരിക്കാൻ അള്ളാഹു തൻ്റെ കൈകൾ രാത്രിയിൽ നീട്ടിയിടുന്നതാണ്. വയബ്സുതു യദഹു ബിന്നഹാരി ലിയതൂബ മുസീഉൽ ലൈൽ. രാത്രി തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് പുറത്തു കൊടുക്കാൻ പകലിൽ അള്ളാഹു തൻ്റെ കൈ നീട്ടുന്നതാണ്, ആ തൗബ സ്വീകരിക്കാൻ. ഹത്താ തത്ലു അശംസു മിൻ മഗ്രിബിഹ. സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നത് വരെ അത് തുടരുന്നതാണ് എന്നാണ്. അങ്ങനെ അള്ളാഹു നമുക്ക് വേണ്ടി പകലും രാത്രിയും കാത്തു നിൽക്കുന്നു നമ്മുടെ തൗബ സ്വീകരിക്കാൻ. എന്നിട്ടും നാം എന്താണ് നമ്മുടെ റബ്ബിനോട് തേടാത്തത്, പ്രാർത്ഥിക്കാത്തത്? അതുകൊണ്ട് സഹോദരങ്ങളെ, ഇങ്ങനെ എല്ലാം വാഗ്ദാനം നൽകുന്നവൻ ഈ പ്രപഞ്ചത്തിലെ ഏതെങ്കിലും ഒരു സൃഷ്ടിയല്ല, ഒരു രാജാവല്ല, ഒരു നേതാവല്ല, ഒരു വലിയല്ല, ഒരു നബിയല്ല. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ, എല്ലാം നൽകാൻ കഴിവുള്ളവനായ, പരമകാരുണ്യകനും കരുണാവാരിധിയുമായ, ഒരിക്കലും വാക്ക് തെറ്റിക്കാത്തവനായ, ഉദാരവാനായ, പ്രതാപിയായ, അടിമകൾ കൈനീട്ടി ചോദിച്ചാൽ അതിനെ തട്ടുന്നതിൽ ലജ്ജ കാണിക്കുന്നവനായ ഒരു സ്രഷ്ടാവ് ദുആ ചെയ്യാൻ പറയുമ്പോൾ ഈ അവസരത്തെ നമ്മൾ പാഴാക്കാൻ പാടില്ല. അതുകൊണ്ട് വരൂ, ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിൽ നമുക്ക് ധാരാളമായി പ്രാർത്ഥിക്കാം. റമളാനിൻ്റെ പകലുകളിൽ നമുക്ക് ധാരാളമായി പ്രാർത്ഥിക്കാം. അതിനുശേഷവും നമുക്ക് റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ വിഷമങ്ങളും, സങ്കടങ്ങളും, ഭയപ്പാടുകളും, രോഗങ്ങളും, നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടിയും തുടങ്ങിയ ഒരുപാട് വിഷയങ്ങളുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടുത്ത ദർസിൽ നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് ധാരാളമായി റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കാൻ ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.